ഇന്ന് എന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങായിരുന്നു. ഈ 20 മുതൽ എനിക്ക് 9-ാം മാസം തുടങ്ങി. ഈ ഒരു ചടങ്ങ് 7-ാം മാസത്തിലാണ് നടത്തുക, അല്ലെങ്കിൽ പിന്നെ 9-ാം മാസത്തിലാണ് നടത്തുക. ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. ഞങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലെത്താൻ ഇത്തിരി വൈകി എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്രാർത്ഥനയിലൂടെയാണ് തുടങ്ങിയത്. എൻ്റെ വീട്ടുകാരും നിതിൻ ചേട്ടൻ്റെ വീട്ടുകാരും പിന്നെ ബന്ധുക്കളും ഉണ്ടായിരുന്നു. നിതിൻ ചേട്ടനും നിതിൻ ചേട്ടൻ്റെ അനിയത്തിയും ഫാമിലിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിതിൻ ചേട്ടനെ ഒരു വീഡിയോ കോളൊക്കെ വിളിച്ച് എല്ലാവരെയും കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു കേക്ക് മുറിയായിരുന്നു. അപ്പോൾ ന്യൂട്ടെല്ല ബബിൾ എന്ന് പറഞ്ഞ കേക്കായിരുന്നു. അപ്പോൾ കേക്കൊക്കെ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയൂണിനിരുന്നു. അപ്പോൾ ഉച്ചയൂണ് നല്ല വിഭവസമൃദ്ധമായിട്ടായിരുന്നു. ഇത്തരത്തിലുള്ള പരിപാടികൾക്കാണ് നമ്മൾ പ്രത്യേകിച്ച് പുറത്തായതുകൊണ്ട് നമുക്ക് ബന്ധുക്കളെയൊക്കെ കാണാനും അടുത്തിടപഴകാനും സംസാരിക്കാനും ഒക്കെ കിട്ടുന്ന അവസരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനൊരു അവസരം എന്നാണ് ഉണ്ടാകുക എന്നൊന്നും അറിയില്ല. അപ്പോൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ ബന്ധുക്കളൊക്കെ പതുക്കെ വീടുകളിലേക്ക് പോയി. പിന്നെ ഞാനും പപ്പയും അമ്മയും അനിയനുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നായിട്ട് മന്ത്രകോടി ഉടുത്ത് വേണം ഇറങ്ങാൻ എന്നുള്ളൊരു സമ്പ്രദായം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് മന്ത്രകോടി ഉടുത്ത് വന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം കാപ്പി കുടിയും ഒക്കെ കഴിഞ്ഞ് പലഹാരമൊക്കെ കഴിച്ച് ഒരു ചെറിയ പ്രാർത്ഥനയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയും കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്ന് പറയുന്നത് പ്രസവമാണ്. അപ്പോൾ ആ ഒരു കാര്യം നല്ല രീതിയിൽ കഴിയട്ടെ, ആരോഗ്യമുള്ളൊരു കുഞ്ഞുണ്ടാകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് ഞങ്ങളങ്ങനെ പതുക്കെ ഇറങ്ങി.